മെഡിക്കൽ ടേംസ് മെയ്ഡ് ഈസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നെർവസ് സിസ്റ്റമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രെയിനിനെ പറ്റിയാണ്. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ള രണ്ട് ഓർഗൻസ് ആണ് ബ്രെയിനും സ്പൈനൽ കോഡും. സോ പെരിഫറൽ നെർവസ് സിസ്റ്റം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് CNS ആണ്. സോ CNSലെ ആദ്യത്തെ ഓർഗനാണ് ബ്രെയിൻ. ഓക്കെ, സോ നമുക്കറിയാം ബ്രെയിനിനെ പോലെ അല്ലേ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഓർഗൻ നമ്മൾ പഠിക്കുമ്പോൾ അത് ഒന്നാമത്തെ കാര്യം അത് ഭയങ്കര കോംപ്ലെക്സ് ആണ് അല്ലേ. പലപ്പോഴും നമുക്ക് അറിയില്ലാത്ത കുറേ കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട് ബ്രെയിനിനെ പറ്റി അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ഓർഗനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അതെങ്ങനെ ഞാൻ മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് പറയാം എന്നാണ് ശ്രമിക്കുന്നത്. സോ നമുക്കറിയാം ബ്രെയിനിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സ്കള്ളിൻ്റെ അകത്താണ്. ക്രേനിയം എന്ന് പറയും, സ്കൾ അല്ലെങ്കിൽ ക്രേനിയം. സോ ക്രേനിയൽ ക്യാവിറ്റിയുടെ സ്കള്ളിൻ്റെ അകത്തുള്ള ക്യാവിറ്റിയാണ് നമ്മൾ ക്രേനിയൽ ക്യാവിറ്റി എന്ന് വിളിക്കും. സോ ആ ക്രേനിയൽ ക്യാവിറ്റിയുടെ അകത്താണ് വളരെ വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ബ്രെയിന് ഇരിക്കുന്നത്. മാത്രമല്ല ഈ സ്കള്ളിൻ്റെ അകത്ത് മെനിഞ്ചസ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 മെംബ്രെയിനുകൾ ചേർന്നിട്ടുള്ള ഒരു ടിഷ്യൂ കൂടെ ഉണ്ട്. അതും ബ്രെയിനിന് എക്സ്ട്രാ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്, സ്കള്ളിൻ്റെ പ്രൊട്ടക്ഷൻ കൂടാതെ. അപ്പോൾ ഇങ്ങനെയൊക്കെ വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ഓർഗനാണ് ബ്രെയിൻ. സോ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ബ്രെയിനിനെ ഏറ്റവും ഒരു സിമ്പിളായിട്ട് ഒരു ഡിവിഷൻ തരുകയാണ്. ഒരു 6 ഭാഗങ്ങളായിട്ട് നമുക്ക് ബ്രെയിനിനെ ഡിവൈഡ് ചെയ്യാം. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഏറ്റവും പുറമേ കാണുന്ന ഭാഗത്തിനെയാണ് സെറിബ്രം എന്ന് പറയും. ഉണ്ടോ, ബ്രെയിനിൻ്റെ തന്നെ ഏറ്റവും പുറമേ എന്ന് വെച്ചാൽ സ്കള്ളിൻ്റെ അടിയിൽ, സ്കള്ളിനോട് ചേർന്ന് നമ്മൾ കാണുന്ന ഈ ഭാഗം, ഇതാണ് സെറിബ്രം. ഏറ്റവും വലിയ ഭാഗവുമാണ്. ബ്രെയിനിൻ്റെ പാർട്സ് എടുത്താൽ അതിൽ ഏറ്റവും വലിയ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ് ഈ സെറിബ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ആണ്, ലാർജസ്റ്റ് ഭാഗവുമാണ് സെറിബ്രം. ഓക്കെ, പിന്നെ സെറിബ്രത്തിൻ്റെ പുറകിലും താഴെയുമായിട്ട് വരുന്ന സ്ട്രക്ചറാണ് മറ്റൊന്ന് സെറിബെല്ലം എന്ന് പറയും. ഓക്കെ, സെറിബ്രത്തിൻ്റെ പുറകിലും. അപ്പോൾ ഈ സെറിബെല്ലത്തിനെ കണ്ടാൽ നമുക്ക് അത് എവിടെയാണെന്ന് നോക്കിയാൽ അറിയാം. ഓക്കെ, ഈ ബ്രെയിനിൻ്റെ പുറകുഭാഗം ഏതാണെന്ന് മനസ്സിലാവും. സോ ദിസ് ഇസ് എ ബാക്ക് പാർട്ട് അല്ലെങ്കിൽ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ദിസ് ഇസ് ദ ആൻറ്റീരിയർ പാർട്ട്. അപ്പോൾ അങ്ങനെ അതിൽ സെറിബ്രത്തിൻ്റെ പുറകെന്ന് പറയുമ്പോൾ ഈ ഭാഗമായിട്ട് വരും അല്ലേ, പുറകിലും പിന്നെ അടിയിലുമായിട്ട് താഴെയുമായിട്ട്. ഓക്കെ, ബിലോ ആൻഡ് ബിഹൈൻഡ് ദ സെറിബ്രം, അങ്ങനെ വരുന്നൊരു സ്ട്രക്ചറാണ് നമ്മുടെ സെറിബെല്ലം എന്ന് പറയും. സോ ദിസ് ഇസ് എ സെറിബെല്ലം. ഓക്കെ, സോ ദ സെറിബ്രം ഇസ് എ ലാർജസ്റ്റ് ആൻഡ് ഔട്ടർമോസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ബിലോ ആൻഡ് ബിഹൈൻഡ് ദ ബാക്ക് ഓഫ് ദ സെറിബ്രം യു ക്യാൻ സീ ദ സെറിബെല്ലം. ഓക്കെ, ഇനി അടുത്ത 2 സ്ട്രക്ചേഴ്സ് വരുന്നത് നമ്മുടെ ഈ സെറിബ്രത്തിൻ്റെ ഒക്കെ ഉള്ളിലായിട്ടാണ്, സെൻറ്ററിലായിട്ടാണ്. ഇതിനെ നമ്മൾ തലാമസ് എന്ന് പറയും. തലാമസ്. ഓക്കെ, ആൻഡ് തലാമസിൻ്റെ താഴെയായിട്ട് ഹൈപ്പോതലാമസിനെ കാണാം. ആ പേര് തന്നെ അതാണ് സൂചിപ്പിക്കുന്നത്. തലാമസിൻ്റെ അടിയിലിരിക്കുന്നത് കൊണ്ടാണ് നമ്മളിതിനെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ തലാമസും ഹൈപ്പോതലാമസും. ആൻഡ് ഫൈനലി നമ്മൾ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്ന സ്ട്രക്ചറാണ് ഈ കാണുന്നത്. അതായത് ബ്രെയിനിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തൊക്കെ വീതി കുറച്ച് കൂടുതലാണ്. കണ്ടോ, വീതി കൂടുതലുള്ള ഭാഗമാണ് മുകളിൽ. സോ താഴേക്ക് സ്പൈനൽ കോഡായിട്ട് മാറി അങ്ങനെ താഴേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു വീതി കുറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിനെ, സ്പൈനൽ കോഡിന് തൊട്ട് മുന്നേ ഉള്ള ഈ ഭാഗത്തിനെ നമ്മൾ എപ്പോഴും ബ്രെയിൻ സ്റ്റെം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ബ്രെയിൻ സ്റ്റെമ്മിൽ വരുന്ന പ്രധാന ഭാഗങ്ങളാണ് ഈ പോൺസും പിന്നെ മെഡുല്ല ഒബ്ലോങ്ങേറ്റ. ഈ മെഡുല്ല ഒബ്ലോങ്ങേറ്റയാണ് ഫൈനലി സ്പൈനൽ കോഡായിട്ട് താഴേക്ക് കണ്ടിന്യൂ ചെയ്യുക. ആക്ച്വലി മെഡുല്ല എന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷൻ പോലെയാണ്. കണ്ടോ, ബ്രെയിനിനെ സ്പൈനൽ കോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഈ മെഡുല്ല ഒബ്ലോങ്ങേറ്റ. അപ്പോൾ ഈ പോൺസും മെഡുല്ലയും ഒക്കെ ബ്രെയിൻ സ്റ്റെം എന്നാണ് അറിയപ്പെടുക. ഓക്കെ, ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ ഭാഗങ്ങളാണ് ഇത് രണ്ടും. അപ്പോൾ ഇങ്ങനെയാണ് 6 പാർട്സ് വരുന്നത്. ഒന്നുകൂടി പറയാം. The largest part of the brain is called the cerebrum, and also it is the outermost part lying just beneath the skull. Then the area below and behind the cerebrum is the cerebellum. Then thalamus and hypothalamus. Okay, thalamusum, thalamusinte താഴെയായിട്ട് അടിയിലായിട്ട് ഹൈപ്പോതലാമസും,
പിന്നെ ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ ഭാഗങ്ങളായിട്ട് പോൺസും മെഡുല്ലയും. ഇങ്ങനെയാണ് 6 പാർട്സ്. ഇനി നമുക്ക് ഇവരെ ഓരോരുത്തരെയായിട്ടും ഈ ഓരോ ഭാഗങ്ങളെ പറ്റി ഡീറ്റെയിൽഡായിട്ടും പിന്നെ അവരുടെ ഫങ്ഷൻസിനെ പറ്റിയും ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, സോ ആദ്യം നമുക്ക് സെറിബ്രത്തിനെ പറ്റി പഠിക്കാം. സോ സെറിബ്രത്തിനെ പറ്റി പഠിക്കുമ്പോൾ ഞാൻ ഒരു പിക്ചർ കൂടി കാണിച്ചു തരാം നിങ്ങളെ. ഓക്കെ, യു ക്യാൻ സീ ദ സെറിബ്രം ഫ്രം എബവ്. ഉണ്ടോ, നമ്മളിപ്പോൾ ഇതിങ്ങനെ മുകളിൽ നിന്ന് ഇപ്പോൾ നമ്മൾ സ്കള്ളൊക്കെ എടുത്ത് മാറ്റി നമ്മൾ നേരെ മുകളിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പുറമേ ഏറ്റവും ആദ്യം കാണുന്നത് സെറിബ്രം ആയിരിക്കുമല്ലോ. സ്കള്ളിൻ്റെ അടിയിൽ വരുന്നത് സെറിബ്രമാണ്. സോ നമ്മൾ ഇങ്ങനെയായിരിക്കും സെറിബ്രത്തിനെ കാണുക. സ്കള്ളിൻ്റെ ആ ഒരു റൂഫൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ യു വിൽ ബി സീയിങ് ദറ്റ് സെറിബ്രം. സെറിബ്രത്തിനെ നമ്മൾ ഇങ്ങനെയാണ് കാണുക. സോ നമ്മളിതിനെ സെറിബ്രത്തിനെ 2 ഭാഗങ്ങൾ 2 കളറിൽ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവരെയാണ് നമ്മൾ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് എന്ന് വിളിക്കുന്നത്. കണ്ടോ, സെറിബ്രത്തിന് ഒരു 2 പകുതികൾ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്ഫെറിക്കൽ, ഒരു ഗോളാകൃതിയായിട്ട് സങ്കല്പിക്കാമല്ലോ. അതുകൊണ്ടാണ് അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു സ്ഫിയർ ആണ്, ഒരു സ്ഫെറിക്കൽ സ്ട്രക്ചറാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഹാഫിനെ നമ്മൾ എന്ത് വിളിക്കും? ഹെമി. ഹെമി എന്ന് പറഞ്ഞാൽ ഹാഫ് എന്നർത്ഥം, ഒരു സ്ഫിയറിൻ്റെ പകുതി അല്ലേ. അപ്പോൾ അങ്ങനെ this is a left hemisphere of the cerebrum and this is a right hemisphere of the cerebrum. അപ്പോൾ സെറിബ്രത്തിനെ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഓരോ പകുതികളായിട്ട്. റൈറ്റും ലെഫ്റ്റും ഹെമിസ്ഫിയറുകൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ സ്കള്ളിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഹോൾ മുഴുവനായിട്ട് നമ്മൾ പറയുമ്പോൾ സെറിബ്രം എന്ന് പറയും. പക്ഷെ സെറിബ്രത്തിനെ 2 പകുതികളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ദ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആൻഡ് ദ റൈറ്റ് ഹെമിസ്ഫിയർ. അപ്പോൾ അത് ആ ഡിവിഷൻ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് വെച്ചാൽ ഇവരുടെ ഇടയിൽ ഒരു ഫിഷർ അല്ലെങ്കിൽ സൽക്കസ്. ഫിഷർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ക്രാക്ക് പോലെ, ഒരു വിള്ളൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു സ്ലിറ്റ്. ഓക്കെ, അതുപോലത്തെ ഒരു അനാറ്റമിക്കൽ സ്ട്രക്ചറിനെയാണ് നമ്മളെപ്പോഴും ഫിഷർ അല്ലെങ്കിൽ സൽക്കസ് എന്നൊക്കെ പറയാം. കണ്ട് ഇവിടെ ഒരു ഫിഷർ, ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഫിഷറുണ്ട്. ആ ഫിഷറാണ് ഒരു ഹെമിസ്ഫിയർ ആയിട്ട്, റൈറ്റ് ടു ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആയിട്ട് സെറിബ്രത്തിനെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മൾ ഈ പടത്തിൽ കാണുന്നത് ഒരു ഹെമിസ്ഫിയറാണ്. നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു ഹെമിസ്ഫിയറിനെ നമ്മൾ സൈഡിൽ നിന്ന് നോക്കുന്നത് പോലെയാണ്. ഇതിനപ്പുറത്ത് ഒരു ഹെമിസ്ഫിയറും കൂടെ ഉണ്ടാവും. സോ ഒരു ഹെമിസ്ഫിയറിനെ നമ്മൾ സൈഡിൽ നിന്ന് കാണുന്നതാണിത്, കണ്ടോ. അപ്പോൾ അങ്ങനെ ഇതുപോലെ അപ്പുറത്തൊരു ഹെമിസ്ഫിയറും ഉണ്ടാവും. ഓക്കെ, ദിസ് ഇസ് എ ലാറ്ററൽ വ്യൂ. ഇത് നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഇവരെ കാണാൻ പറ്റുന്നത്. സോ വെൻ യു see it from the side, okay, you will be seeing it like this. കണ്ടോ, ഒരു ഹെമിസ്ഫിയർ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സൽക്കസ് ഇടയിൽ വന്നിട്ടാണ് ഈ 2 ഹെമിസ്ഫിയർ ആയിട്ട് സെറിബ്രം ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇനി ഒരു കാര്യം പറഞ്ഞാൽ ഈ സെറിബ്രത്തിൻ്റെ ഈ എന്താ പറയുക ഡിവിഷൻ ഉണ്ടല്ലോ, ഹെമിസ്ഫിയറുകൾ, നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നും ഇവർ ടോട്ടലി സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ ആണെന്ന്, അല്ലേ? പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഈ ഒരു സൽക്കസിലേക്ക്, ഫിഷറിലേക്ക് കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഹെമിസ്ഫിയറിൽ നിന്ന് അടുത്ത ഹെമിസ്ഫിയറിലേക്ക് എക്രോസ് ആയിട്ട് ചില നെർവ് ടിഷ്യൂസ് പോകുന്നത്. ഓക്കെ, ശരിക്കും ഈ 2 ഹെമിസ്ഫിയറുകളും തമ്മിൽ വളരെയധികം കണക്റ്റഡ് ആണ്. അവർ തമ്മിൽ ചില കോർഡിനേഷൻസും ഒക്കെ നടക്കുന്നുണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, റൈറ്റും ലെഫ്റ്റും ഹെമിസ്ഫിയറും. ഓക്കെ, അപ്പോൾ അതിന് ഇങ്ങനെയുള്ള നെർവ് കണക്ഷൻസ് വേണം. ആ കണക്ഷൻസ് ഈ 2 ഹെമിസ്ഫിയറുകളുടെ ഇടയിൽ പോകുന്നുണ്ട് എക്രോസ് ദറ്റ് സൽക്കസ്. നമ്മുടെ ഈ പറയുന്ന ഈ ഫിഷർ ഓർ സൽക്കസിന് എക്രോസ് ആയിട്ട് കുറച്ച് നെർവ് ടിഷ്യൂസ് 2 ഹെമിസ്ഫിയറുകളുടെയും ഇടയിൽ പോകുന്നുണ്ട്. ആ നെർവ് ടിഷ്യൂവിനെയാണ് നമ്മൾ കോർപ്പസ് കലോസം എന്ന് പറയും. ഓക്കെ, കോർപ്പസ് കലോസം എന്നാണ് അതിൻ്റെ പേര്. ജസ്റ്റ് ഷോ യു. ഇവിടെ നമുക്ക് ഈ പടത്തിൽ കാണാം. സോ ഇവിടെയും നിങ്ങൾ കാണുന്നത് ഒരു ഹെമിസ്ഫിയറിൻ്റെ ഒരു ഇന്നർ ആയിട്ടുള്ള വ്യൂ ആണ്. നമ്മൾ നേരത്തെ കണ്ടത് പുറത്തു നിന്നുള്ള വ്യൂ ആയിരുന്നു, മുകളിൽ നിന്നും പിന്നെ സൈഡിൽ നിന്നും. ഇതിപ്പോൾ ഒരു ഹെമിസ്ഫിയറിനെ നമ്മൾ അകത്തുനിന്ന് അതിനെ കാണുകയാണ്, അകത്തുള്ള ഭാഗമാണ് ഈ കാണുന്നത്, ഇന്നർ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. സോ യു ക്യാൻ സീ ദ ഹെമിസ്ഫിയർ, വൺ ഹെമിസ്ഫിയർ ഹിയർ ആൻഡ് ദിസ് ഹെമിസ്ഫിയർ ഇസ് കണക്റ്റഡ് ടു ദ ഓപ്പോസിറ്റ് ഹെമിസ്ഫിയർ ബൈ ദിസ് സ്ട്രക്ചർ. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഹെമിസ്ഫിയറിൽ നിന്ന് അപ്പുറത്തെ ഹെമിസ്ഫിയറിലേക്ക് ഉള്ള കണക്ഷൻസ് ആണ് ഇതായി കാണുന്നത്. ദിസ് ഇസ് കോൾഡ് ദ കോർപ്പസ് കലോസം. കണ്ടോ, അപ്പോൾ ഇവിടെ വരെ നമുക്ക് ആ ഫിഷർ കാണാൻ പറ്റും. ആ ഫിഷർ വിച്ച് ഡിവൈഡ്സ് ഇൻ ടു ദിസ് ഹെമിസ്ഫിയർ ആൻഡ് ദ അതർ ഹെമിസ്ഫിയർ. ഇവിടെ വരെ നമ്മൾ, പക്ഷേ ആ ഫിഷറിൽ ഇവിടെ വരെ ചെന്ന് കഴിയുമ്പോൾ കാണാം ഈ കോർപ്പസ് കലോസം ഈ ഹെമിസ്ഫിയറിനെ അപ്പുറത്തെ ഹെമിസ്ഫിയറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. സോ ദിസ് ടിഷ്യൂ, നെർവ് ടിഷ്യൂ ഇസ് കോൾഡ് കോർപ്പസ് കലോസം. കേട്ടോ, the tissue which connects
ബിറ്റ്വീൻ ദ ടു ഹെമിസ്ഫിയേഴ്സ്. അപ്പോൾ ശരിക്കും അവർ ടോട്ടലി സെപ്പറേറ്റഡ് അല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് ഹെമിസ്ഫിയർ ആണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. സെറിബ്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇവരാണ്, ഈ റൈറ്റും ലെഫ്റ്റും ഹെമിസ്ഫിയേഴ്സ് ആണ്. ഓക്കെ, സോ ദെൻ വിൽ പാസ് ഓൺ ടു നെക്സ്റ്റ് ഏരിയ. നമ്മളിപ്പോൾ കണ്ട ഭാഗം തന്നെ നോക്കാം. സോ അപ്പോൾ ആദ്യം പറഞ്ഞു സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഈ ഓരോ ഹെമിസ്ഫിയറിനും വീണ്ടും ഒരു ഡിവിഷൻ ഉണ്ട്, ലോബുകളായിട്ട്. ഓക്കെ, ഓരോ ഹെമിസ്ഫിയറും 4 ലോബുകളായിട്ട്. ഈ ലോബ് എന്ന് പറയുന്നത് പല ഓർഗൻസിനും ഉള്ള ഒരു ഡിവിഷനാണ്. ഇപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും, ലിവറിന് ലോബുകളുണ്ട്, റൈറ്റ് ലോബ്, ലെഫ്റ്റ് ലോബ് എന്നൊക്കെ പറഞ്ഞ്. ലങ്സിനാണെങ്കിൽ അപ്പർ ലോബ്, മിഡിൽ ലോബ്, ലോവർ ലോബ് അങ്ങനെ ഉണ്ടാവും. അതേപോലെ ഇപ്പോൾ ലോബുകൾ എപ്പോഴും ഓർഗൻസിൻ്റെ ഒരു ഫർദർ ഡിവിഷനായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു യൂണിറ്റ് ആണ്. സോ ഈ സെറിബ്രത്തിൻ്റെ ആദ്യത്തെ ഡിവിഷൻ എന്ന് പറഞ്ഞത് എപ്പോഴും 2 ഹെമിസ്ഫിയറാണ്. ഇതിൽ ഓരോ ഹെമിസ്ഫിയറും വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് ലോബുകളായിട്ട്, 4 ലോബ്സ് ആയിട്ട്. യു ക്യാൻ സീ ദറ്റ് 4 ലോബ്സ് ഹിയർ. കണ്ടോ, ഇവിടെ 4 കളറായിട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഏറ്റവും ഫ്രണ്ടിലുള്ള ഭാഗമാണ് നമ്മൾ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയും. ഓക്കെ, നമ്മളന്ന് ബോൺസ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ സ്കൾ ബോൺസിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 ബോണുകളാണ് ഇവർ. ഏറ്റവും നമ്മുടെ ഫ്രണ്ട് ഭാഗം, ഫോർഹെഡ് ഭാഗത്തൊക്കെ വരുന്നതാണ് ഫ്രോണ്ടൽ ബോൺ. ഓക്കെ, തൊട്ട് പുറകിലായിട്ട് വരുന്നതാണ് പറൈറ്റൽ ബോൺ. ഏറ്റവും പുറകിൽ വരുന്നതാണ് ഓക്സിപിറ്റൽ ബോൺ. നമ്മുടെ സൈഡിൽ, നമ്മുടെ ഇയറിൻ്റെ ഒക്കെ ഭാഗത്ത് വരുന്നതാണ് ടെമ്പറൽ ബോൺ. അപ്പം ശരിക്കും ഈ സെറിബ്രത്തിൻ്റെ 4 ലോബുകൾ, ഓരോ ഹെമിസ്ഫിയറിൻ്റെയും 4 ലോബുകളുടെ പേരിട്ടിരിക്കുന്നത് അവരുടെ തൊട്ടുമുകളിൽ കിടക്കുന്ന സ്കൾ ബോണിൻ്റെ പേരാണ്. സോ ഇവിടെ ഇപ്പോൾ ഫ്രോണ്ടൽ ബോണിൻ്റെ ഒരു പകുതി. ഓക്കെ, ഇപ്പം ഇത് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ്. ഇപ്പം ലെഫ്റ്റ് ഫ്രോണ്ടൽ ലോബ് എന്ന് പറഞ്ഞാൽ ഇവിടെയായിട്ട് വരും. കണ്ടോ, ലെഫ്റ്റ് ഫ്രോണ്ടൽ ലോബ്. റൈറ്റ് ഫ്രോണ്ടൽ ലോബ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പം ഇത് ശരിക്കും ഈ ഫ്രോണ്ടൽ ബോൺ എന്ന് പറയുന്ന ഒരു സ്കൾ ബോണിൻ്റെ അടിയിൽ വരുന്ന 2 ഹെമിസ്ഫിയറുകളുടെയും ഭാഗത്തിനെയാണ് ഫ്രോണ്ടൽ എന്ന് പറയുക, ഫ്രോണ്ടൽ ലോബ്. ഓക്കെ, അത് ലെഫ്റ്റ് ഹെമിസ്ഫിയറിൽ വരുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ഫ്രോണ്ടൽ ലോബ് എന്ന് പറയും. അപ്പുറത്തെ ഹെമിസ്ഫിയറിൽ വരുമ്പോൾ റൈറ്റ് ഫ്രോണ്ടൽ ലോബ്. എന്തായാലും ഇവർ ഈ 2 ലോബുകളും ഫ്രോണ്ടൽ ബോണിൻ്റെ അടിയിലാണ് ഉള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ ഫ്രോണ്ടൽ ലോബ്. പിന്നെ ഈ നമ്മുടെ ഒരു റൂഫിൻ്റെ ഭാഗത്തായിട്ട് വരുന്ന ബോണാണ് ശരിക്കും പറൈറ്റൽ ബോൺ എന്ന് പറയും. നമ്മുടെ സ്കള്ളിൻ്റെ, ഇതിപ്പോൾ ഫോർഹെഡിൻ്റെ ഒക്കെ ഏരിയയിലാണ് ഫ്രോണ്ടൽ ബോൺ വരിക, അതിനടിയിൽ ഫ്രോണ്ടൽ ലോബ്. നമ്മുടെ സ്കള്ളിൻ്റെ ഒരു റൂഫ് ഭാഗത്തൊക്കെ വരുന്നതാണ് ഈ പറൈറ്റൽ ബോൺ. സോ പറൈറ്റൽ ബോണിൻ്റെ അടിയിലുള്ള ഭാഗത്തിനെ പറൈറ്റൽ ലോബ് എന്ന് പറയും. സോ ഏതാണ്ട് ഇവിടെ ആയിട്ട് വരും. കണ്ടോ, പറൈറ്റൽ ലോബ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ പറൈറ്റൽ ലോബ്. ഓക്കെ, അപ്പം അങ്ങനെ ലെഫ്റ്റ് പറൈറ്റൽ ലോബും ഇത് റൈറ്റ് പറൈറ്റൽ ലോബ്. ഇതിപ്പോൾ സൈഡ് ഒരെണ്ണേ നമുക്ക് കാണുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ ഒരു പറൈറ്റൽ ലോബേ കാണുന്നുള്ളൂ. ഓക്കെ, പിന്നെ ഏറ്റവും പുറകിലായിട്ട് ഇതാ ഇവിടെ കാണുന്നത് കണ്ടോ, ഈ ഏറ്റവും പുറകിലുള്ള ഭാഗം ഫ്രോണ്ടലിൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഏറ്റവും പുറകിൽ വരുന്നത് ഓക്സിപിറ്റൽ ബോൺ ആണ്. അപ്പോൾ ഓക്സിപിറ്റൽ ബോണിൻ്റെ അടിയിലുള്ളതിനെ നമ്മൾ എന്ത് പറയും? ഓക്സിപിറ്റൽ ലോബ് എന്ന് പറയും, ഓക്സിപിറ്റൽ ലോബ്. ഓക്കെ, അപ്പം അങ്ങനെ ഫ്രോണ്ടൽ ലോബുകളുണ്ട്, 2 ഹെമിസ്ഫിയറുകൾക്കും ഫ്രോണ്ടൽ ലോബുണ്ട്. നടുക്ക് ആ ഒരു എന്താ പറയുക, ടോപ്പിൽ ആയിട്ട് വരുന്നതാണ് പറൈറ്റൽ ലോബുകളുണ്ട്, പുറകിലായിട്ട് ഓക്സിപിറ്റൽ ലോബുകളുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇവിടെ നമുക്കത് കാണാൻ പറ്റില്ല. ഏറ്റവും സൈഡിലായിട്ട് താഴെയായിട്ട് വരും നമ്മുടെ ഇയറിൻ്റെ ഒക്കെ ഭാഗത്ത് ഉള്ളതാണ് ഈ ടെമ്പറൽ ബോണ്. ടെമ്പറൽ ബോണിൻ്റെ അടിയിൽ ഉള്ളിലായിട്ടാണ് ടെമ്പറൽ ലോബ് വരിക. അപ്പോൾ ശരിക്കും ഈ ലോബുകളുടെ പേരിട്ടിരിക്കുന്നത് അവരുടെ തൊട്ടുമുകളിൽ കിടക്കുന്ന ആ സ്കൾ ബോണുകളുടെ പേരാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. സ്കൾ ബോൺസിൻ്റെ പേര് തന്നെയാണ് സെറിബ്രത്തിൻ്റെ 4 ലോബുകൾക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ റൈറ്റ് ലെഫ്റ്റ് ഫ്രോണ്ടൽ ലോബുകളുണ്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പറൈറ്റൽ ലോബുകളുണ്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഓക്സിപിറ്റൽ ലോബ്സ് ഉണ്ട്. അതേപോലെ റൈറ്റും, ഇതിലിപ്പോൾ ഒരെണ്ണേ നമ്മൾ കാണുന്നുള്ളൂ, ടെമ്പറലിൽ ഒരെണ്ണേ കാണുന്നുള്ളൂ. ഓക്കെ, റൈറ്റും ലെഫ്റ്റും ടെമ്പറൽ ലോബും ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ 4 ലോബുകൾ. അപ്പോൾ ഡിവിഷൻസ് ക്ലിയർ ആയില്ലേ? 2 ഹെമിസ്ഫിയർ ആയിട്ട് ആദ്യം ബൈ ദറ്റ് ലോഞ്ചിറ്റ്യൂഡനൽ ഫിഷർ ഇൻ ദ സെൻറ്റർ. പക്ഷേ 2 ഹെമിസ്ഫിയറും ടോട്ടലി സെപ്പറേറ്റഡ് അല്ല, ദേ ഹാവ് കണക്ഷൻസ് അക്രോസ് ദറ്റ് ഫിഷർ. അതിനെയാണ് നമ്മൾ കോർപ്പസ് കലോസം എന്ന് പറയുന്നത്. പിന്നെ ഈ ഓരോ ഹെമിസ്ഫിയറും വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് 4 ലോബുകളായിട്ട്. ആൻഡ് ദേ ആർ നെയിംഡ് അക്കോർഡിംഗ് ടു ദ സ്കൾ ബോൺ വിച്ച് ലൈസ് എബവ് ദം. അതാണ് ഫ്രോണ്ടൽ, പറൈറ്റൽ, ഓക്സിപിറ്റൽ, ടെമ്പറൽ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സെറിബ്രത്തിൻ്റെ പ്രധാന ഡിവിഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പോകാം.
ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് ഇവിടെയും ഞാൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ ഫ്രോണ്ടൽ ലോബൊക്കെ. സോ യു ക്യാൻ സീ ദ ഫ്രോണ്ടൽ ലോബ് ഹിയർ. ഉണ്ടോ, ഇതാണ് നമ്മുടെ ഫ്രോണ്ടൽ ലോബിൻ്റെ ഭാഗം. ഈ ഭാഗമാണ് പറേറ്റൽ ലോബ്, ദേ ഹാവ് ഗിവൺ ദാറ്റ് കളർ. അതേപോലെ ഇത് ഓക്സിപിറ്റൽ ലോബ്, ഈ ഒരു ലൈറ്റ് ഗ്രീൻ ആയിട്ട്. പിന്നെ ഇതാ ഇപ്പുറത്ത് നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും, ടെമ്പറൽ ലോബ് അപ്പുറത്താണല്ലോ, താഴെ ആയിട്ട് വരുന്നത്, ഇതാണ് ടെമ്പറൽ ലോബ്. ഓക്കെ, ഈ ഒരു ബ്രൗൺ ആയിട്ട് കാണുന്നത് ടെമ്പറൽ ലോബ്. ഓക്കെ, ഇത് ഫ്രോണ്ടൽ, ദിസ് ഇസ് പറേറ്റൽ, ആൻഡ് ദിസ് ഇസ് ഓക്സിപിറ്റൽ, ആൻഡ് ദിസ് ഇസ് ടെമ്പറൽ. ഓക്കെ, പിന്നെ അടുത്ത സെറിബ്രത്തിൻ്റെ മറ്റൊരു പ്രധാന കാര്യം പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എന്താ പറയുക, സെറിബ്രത്തിൻ്റെ ഒരു ഏറ്റവും പുറമേയുള്ള ടിഷ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനെ ഫോൾഡഡ് ആണ്. അത് കണ്ടോ, സെറിബ്രത്തിൻ്റെ ഒരു അപ്പിയറൻസ് തന്നെ നമുക്ക് അറിയാൻ പറ്റും. സെറിബ്രത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഇതിൻ്റെ പുറമേയുള്ള ഭാഗം, ഉള്ളിലേക്കല്ല, ഏറ്റവും പുറമേ നമ്മൾ ഈ കാണുന്ന ഏരിയ എപ്പോഴും ഇങ്ങനെ ഫോൾഡഡ് ആണ്. ഫോൾഡഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഈ ഇടയ്ക്ക് ഇങ്ങനെ ലൈൻസ് വരുന്നത് കണ്ടോ, ഇങ്ങനെ മടങ്ങി 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 കിടക്കുന്നു. അപ്പോൾ ഈ മടങ്ങി കിടക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ഞാൻ മറ്റേ പിക്ചറിലും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. യു ക്യാൻ സീ ദ അറേഞ്ച്മെൻറ്റ്. കണ്ടോ, ഈ സെറിബ്രത്തിൻ്റെ സർഫസ് എപ്പോഴും ഈ ഔട്ടർ സർഫസ് ഇങ്ങനെ മടക്കുകളായിട്ടാണ് ഉള്ളത്. സോ ഒരു മടക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഒരു കണ്ടോ, ഇതാണ് നമ്മളെ ഒരു മടക്ക്, ഒരു ബ്രെയിനിൻ്റെ ഒരു സെറിബ്രത്തിൻ്റെ ഒരു ഫോൾഡ്. അതാണ് നമ്മൾ ഈ ഗൈറസ്, അല്ലെ ഗൈറസ് എന്നല്ല ആക്ച്വലി പറയേണ്ടത്, ജൈറസ് എന്ന് പറയുന്നത്, GY വരുന്നത് കൊണ്ട് ജൈറസ്. സോ ഈ ജൈറസ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു മടക്ക്, ഒരു ഫോൾഡ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ജൈറസ് എന്ന് പറയും. പ്ലൂറലായിട്ട് പറയുമ്പോൾ ജൈറായി എന്ന് പറയും. ഓക്കെ, GYRI. ഈ ജൈറായികളുടെ രണ്ട് ജൈറൈ, ഇപ്പം ഇതൊരു ജൈറസ് ആണ്, ഇതും ഒരു ജൈറസ് ആണെങ്കിൽ ഇവരുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് കണ്ടോ, ഒരു വിള്ളലുണ്ടാവും, ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് എ സൾക്കസ്. കണ്ടോ, ഇതാണ് നമ്മൾ സൾക്കസ്. കണ്ടോ, ഈ ഒരു ജൈറസിനും ഇതിനും ഇടയിലുള്ളത് കൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയുക, സൾക്കസ്. അപ്പം ഇങ്ങനെ ജൈറൈകളായിട്ടും സൾക്കൈകളായിട്ടുമാണ് സെറിബ്രത്തിൻ്റെ ഈ ഏറ്റവും പുറമേയുള്ള ഭാഗം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ മടക്കുകളായിട്ട്. അപ്പോൾ ഓരോ മടക്കും ശരിക്കും സെറിബ്രത്തിൻ്റെ ടിഷ്യൂ ആണ്, അല്ലേ? ഇപ്പോൾ ഇതൊക്കെ ഈ ജൈറസ് എന്ന് പറഞ്ഞാൽ സെറിബ്രത്തിൻ്റെ ടിഷ്യൂസ് ആണ്. അപ്പോൾ അതിൻ്റെ അങ്ങനത്തെ ജൈറൈകളുടെ ഇടയിൽ എപ്പോഴും ഒരു കുഴി പോലെ, ഒരു വിള്ളൽ പോലെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ സൾക്കസ് എന്ന് പറയുക. ഓക്കെ, സൾക്കസ്, ഫിഷർ എന്നും പറയാണ്. ഞാൻ പറഞ്ഞില്ല, സൾക്കസ് ആൻഡ് ഫിഷർ ആർ സംവാട്ട് ദ സെയിം. ഇപ്പോൾ ഈ ഇതിനെയും വിളിക്കുന്നത് അങ്ങനെയാണ്, ഫിഷർ. കണ്ടോ, ഒരു രണ്ട് ഹെമിസ്ഫിയറുകളുടെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിനെ ഉണ്ടോ, ലോഞ്ചിറ്റ്യൂഡൽ സൾക്കസ്, ലോഞ്ചിറ്റ്യൂഡൽ ഫിഷർ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അതേപോലെ സെറിബ്രത്തിൻ്റെ സർഫസിലും ഇതേപോലെ ഇങ്ങനെ ഒരു രണ്ട് ഫോൾഡ് ഉണ്ടെങ്കിൽ ആ രണ്ട് ഫോൾഡുകളിൽ ഇടയിലൊരു സൾക്കസ് ഉണ്ടാവും. അപ്പോൾ ആ ഫോൾഡുകൾ, ഓരോ ഫോൾഡിനെയും നമ്മൾ വിളിക്കുന്നത് ജൈറസ് എന്നാണ്. രണ്ട് ഫോൾഡുകളുടെ ഇടയിലുള്ള ആ ഗ്യാപ്പിനെയാണ് സൾക്കസ് എന്ന് പറയുക കേട്ടോ, സൾക്കസ് അല്ലെങ്കിൽ ഫിഷർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സെറിബ്രത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഏരിയയിൽ ഈ ഫോൾഡുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ജൈറൈകളായിട്ടും സൾക്കസ് അല്ലെ സൾക്കൈകളായിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനൊരു പേരുമുണ്ട്. ഈ ഇങ്ങനെ ജൈറൈ സൾക്കൈ ആയിട്ടൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന നമ്മുടെ സെറിബ്രത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള ആ ഒരു ടിഷ്യൂവിനെ വിളിക്കുന്നത് സെറിബ്രൽ കോർട്ടെക്സ് എന്നാണ്. ദ കോർട്ടെക്സ് ഓഫ് ദ ബ്രെയിൻ. കോർട്ടെക്സ് എന്ന് എപ്പോഴും പറയുന്നത് ഓർഗൻസിൻ്റെ ഔട്ടർ ടിഷ്യൂസിനെയാണ്. ഇപ്പോൾ കിഡ്നി നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ട് ഔട്ടർ കോർട്ടെക്സ് എന്നും അകത്ത് മെഡുല്ല എന്നും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ ബ്രെയിനിനെ അല്ലെങ്കിൽ സെറിബ്രത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള ആ ഒരു ടിഷ്യൂ ഈ ഫോൾഡഡ് ആയിട്ട് ഇങ്ങനെ സൾക്കൈ ആൻഡ് ജൈറൈകളായിട്ടൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് സെറിബ്രൽ കോർട്ടെക്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കോർട്ടെക്സിൽ നിറയെ നമ്മൾ പഠിച്ചില്ലേ, ഗ്രേ മാറ്റർ ആണെന്നാണ് പറയുക. ഗ്രേ മാറ്റർ മീൻസ് ഇവിടെയാണ് നമ്മുടെ ന്യൂറോണുകളുടെയൊക്കെ സെൽ ബോഡികൾ ഉണ്ടാവുക. സെൽ ബോഡികളുള്ള ഭാഗം എപ്പോഴും ഈ മൈലിൻ ഷീറ്റ് ഒന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ഒരു ഗ്രേ കളറാണ്, വൈറ്റ് കളർ അല്ല. ഓക്കെ, അപ്പോൾ കോർട്ടെക്സ് ഇസ് മെയ്ഡ് ഓഫ് ഗ്രേ മാറ്റർ. ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് റിച്ച് ഇൻ ദ സെൽ ബോഡീസ് ഓഫ് ന്യൂറോൺസ്. ഓക്കെ, എന്നാൽ നമ്മളിപ്പോൾ ഉള്ളിലേക്ക് ഇപ്പോൾ സെറിബ്രത്തിൻ്റെ തന്നെ അകത്തേക്ക് പോവുകയാണെങ്കിൽ ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ വെള്ള നിറത്തിൽ വൈറ്റ് മാറ്റർ ആണുള്ളത്. ഓക്കെ, അതായത് അവിടെ ഈ സെൽ ബോഡിയിൽ നിന്നൊക്കെ വരുന്ന ആക്സോണുകളുടെ ഏരിയ ആണ് നമുക്ക് വൈറ്റ് ആയിട്ട്, കാരണം മൈലിൻ ഷീറ്റ് ഉണ്ട് ആക്സോണുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്സോണുകളുടെ ഏരിയ എപ്പോഴും വൈറ്റ് ആയിട്ട് കാണും, വൈറ്റ് മാറ്റർ. അപ്പോൾ അങ്ങനെ ബ്രെയിനിൽ എപ്പോഴും പുറമേ കോർട്ടെക്സ് എന്ന് പറയുന്നത് ഗ്രേ മാറ്റർ ആണ്. അതിന് ഗ്രേ കളർ വരുന്ന എന്തുകൊണ്ടാണ്? അവിടെ മൈലിൻ ഇല്ല, ആക്സോൺ അല്ലല്ലോ, ആക്സോൺ അല്ല, സെൽ ബോഡിയാണ്. നേരെ മറിച്ച് ഉള്ളിലേക്ക് പോകും തോറും യു ക്യാൻ സീ ദാറ്റ് വൈറ്റ് മാറ്റർ വിച്ച് ഇസ് റിച്ച് ഇൻ മൈലിനേറ്റഡ് ആക്സോൺ. അപ്പോൾ അതാണ് നമ്മൾ വൈറ്റ് മാറ്റർ. സോ ബ്രെയിനിൽ എപ്പോഴും ഔട്ടർ ഗ്രേ മാറ്റർ ആണ്,
ഉള്ളിലേക്ക് പോകുമ്പോൾ, ഡീപ്പറായിട്ട് പോകുമ്പോൾ എപ്പോഴും വൈറ്റ് മാറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഇതിന് കോർട്ടെക്സ് ആണ് ശരിക്കും നമ്മുടെ ബ്രെയിനിൻ്റെ ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് സെറിബ്രത്തിൻ്റെ ഡിവിഷൻസും അതിൻ്റെ എന്താ പറയുക അതിൻ്റെ അറേഞ്ച്മെൻറ്റ്. കോർട്ടെക്സിനെ പറ്റി പറഞ്ഞു. ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ സെറിബ്രം ഇസ് കോൾഡ് കോർട്ടെക്സ്. ഗ്രേ മാറ്റർ ആണ്. അതിൽ സൾക്കൈ ആൻഡ് ജൈറൈകളായിട്ട് അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഇത്രയും പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പിക്ചർ എടുക്കാം. ഓക്കെ, സോ നമ്മുടെ പഴയ പിക്ചറിലേക്ക് തിരിച്ചു വരാം. പിന്നെ ഞാൻ ഈ സെറിബ്രത്തിൻ്റെ ഫങ്ഷൻസും കൂടി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കളറായിട്ട് കാണിച്ചേക്കുന്നതും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു സൽക്കസ് ആണ് കണ്ടോ. ഈ നമ്മുടെ ഫ്രോണ്ടൽ ലോബിനും പറൈറ്റൽ ലോബിലും ഇടയിലുള്ള ഒരു സൽക്കസ് ആണ് ഈ സെൻട്രൽ സൽക്കസ് പറയും. സോ ദിസ് ഇസ് എ ഫ്രോണ്ടൽ ലോബ് ആൻഡ് ദിസ് ഇസ് എ പറൈറ്റൽ ലോബ്. അപ്പോൾ അവരെ രണ്ടുപേരെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രധാന സൽക്കസ് ആണ് ഈ സെൻട്രൽ സൽക്കസ് എന്ന് പറയും. ഓക്കെ, സെൻട്രൽ സൽക്കസിന്റെ ഫ്രണ്ടിലായിട്ട് ആരുണ്ട്? ഫ്രോണ്ടൽ ലോബ്. പുറകിലായിട്ട് പറൈറ്റൽ ലോബ്. ഓക്കെ, ഇവിടെ രണ്ടുപേരുടെ ഇടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെൻട്രൽ സൽക്കസിന്റെ തൊട്ടു മുന്നിലും തൊട്ടു പുറകിലും ഉള്ളതിനെ നമ്മൾ എന്താ പറയാന്ന് വെച്ചാൽ ഇവരെ ജൈറസ് ആണല്ലോ, ജൈറൈകളാണ് ഇവര്. സോ ദിസ് ഇസ് കോൾഡ് ദ പ്രീ സെൻട്രൽ ഗൈറസ്. സെൻട്രൽ സൽക്കസിന്റെ തൊട്ടു മുന്നിലുള്ളതാണ് പ്രീ സെൻട്രൽ ജൈറസ് എന്ന് പറയും. ആൻഡ് ദിസ് ഇസ് എ പോസ്റ്റ് സെൻട്രൽ. മുന്നിലുള്ളത് കൊണ്ടാണ് പ്രീ എന്ന് പറയുന്നത്. പോസ്റ്റ് എന്ന് വെച്ചാൽ ബിഹൈൻഡ്. സെൻട്രൽ സൽക്കസിന്റെ പോസ്റ്റ് എന്ന് വരുന്നത് കൊണ്ടാണ് പോസ്റ്റ് സെൻട്രൽ ഗൈറസ് എന്ന് പറയാം. ഓക്കെ, ദിസ് ഇസ് എ പോസ്റ്റ് സെൻട്രൽ ഗൈറസ് ആൻഡ് ദിസ് ഇസ് എ പ്രീ സെൻട്രൽ ഗൈറസ്. ഓക്കെ, പ്രീ സെൻട്രൽ ഗൈറസ് ഫ്രോണ്ടൽ ലോബിന്റെ ഭാഗമാണ്, ഇത് പറൈറ്റൽ ലോബിന്റെ. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ മോട്ടോർ ഫങ്ഷൻസിന്റെ ഒക്കെ ഏരിയ ആണ്. ഇതിനെ നമ്മൾ മോട്ടോർ കോർട്ടെക്സ് എന്നാണ് പറയാം. നമ്മുടെ മസിൽസിനെയൊക്കെ സപ്ലൈ ചെയ്യുന്ന മോട്ടോർ നെർവുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മോട്ടോർ കോർട്ടെക്സ് ആയിട്ടുള്ള പ്രീ സെൻട്രൽ ഗൈറസിൽ നിന്നാണ്. നമ്മുടെ സെൻസറി കോർട്ടെക്സ് എന്ന് പറയും ഇതിനെ. ഇത് പോസ്റ്റ് സെൻട്രൽ ഗൈറസ്. പറൈറ്റൽ ലോബ് എപ്പോഴും സെൻസേഷനുകളെയാണ് കൺട്രോൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പോസ്റ്റ് സെൻട്രൽ ഗൈറസ് വിച്ച് ഇസ് എസ്പെഷ്യലി peculiarly controlling the sensations of the body. ഓക്കെ, നമ്മുടെ സെൻസറി നെർവുകളൊക്കെ അവസാനിക്കുന്നത് ഇവിടെയാണ്. മോട്ടോർ നെർവുകൾ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. അതുകൊണ്ടാണ് ഇവർ ഈ സ്പെഷ്യൽ കളറൊക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെയാണ് ഞാൻ കോർപ്പസ് കലോസം പറഞ്ഞത്, വിച്ച് ഇസ് കണക്റ്റിംഗ് ദിസ് ഹെമിസ്ഫിയർ ടു ദ അതർ ഹെമിസ്ഫിയർ കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു എക്സ്ട്രാ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ലോബുകൾക്കകത്ത് ഇപ്പോൾ 4 ലോബുകളെ പറഞ്ഞുള്ളൂ ഞാൻ അല്ലെ. ടെമ്പറൽ പറഞ്ഞു, ഓക്സിപിറ്റൽ പറഞ്ഞു, പറൈറ്റൽ പറഞ്ഞു, ഫ്രോണ്ടൽ പറഞ്ഞു. എന്നാൽ ഈ ഫ്രോണ്ടൽ ലോബിൻ്റെയും പറൈറ്റൽ ലോബിൻ്റെയും ഒക്കെ അടിയിലായിട്ട് നമുക്കൊരു ലിംബിക് ലോബും കൂടെ കാണാം. അതായത് ഈ തലാമസും ഹൈപ്പോതലാമസും പോലെയുള്ള വളരെ ഡീപ്പായിട്ടുള്ള സ്ട്രക്ചറുകളുടെ ഒക്കെ തൊട്ട് മുകളിലായിട്ട്, എന്നാൽ സെറിബ്രത്തിൻ്റെയൊക്കെ ഉള്ളിലായിട്ട് വരുന്ന ഒരു ചെറിയ സ്ട്രക്ചറാണ് ഈ ലിംബിക് ലോബ് എന്ന് പറയും. ലിംബിക് ലോബ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷൻസ് ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ലിംബിക് ലോബ് കേട്ടോ. ആൻഡ് യു ക്യാൻ സീ ദ കോർപ്പസ് കാലോസം ഹിയർ. അപ്പോൾ ഇത്രയൊക്കെയാണ് സെറിബ്രത്തിൻ്റെ കാര്യങ്ങൾ. സെറിബ്രത്തിനെ പറ്റി പറയുകയാണ്. സെറിബ്രത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് നമുക്കറിയാലോ, എല്ലാ മെൻ്റൽ ഫങ്ഷൻസും, പ്രധാനപ്പെട്ട മെൻ്റൽ ഫങ്ഷൻസ് ഒക്കെ ഇരിക്കുന്നത് നമ്മുടെ സെറിബ്രത്തിലാണ് അല്ലേ. നമ്മുടെ എന്താ പറയുക, നമ്മുടെ തിങ്കിങ്, നമ്മുടെ തോട്ട് പ്രോസസ്സുകൾ, അതുപോലെ നമ്മുടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, മെമ്മറി, ദെൻ നമുക്ക് ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, എന്താണ് എന്നുള്ളത് ജഡ്ജ് ചെയ്യാൻ പറ്റുക, അതുപോലെ റീസണിങ്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ സെറിബ്രമാണ് ചെയ്യുക. മെൻ്റലി ഉള്ള കുറേ കാര്യങ്ങൾ, മെൻ്റൽ ഫങ്ഷൻസ്. അതുകൂടാതെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ കണ്ടോ, സെൻസേഷൻസും അതുപോലെ മൂവ്മെൻറ്റ്സും കണ്ടോ. മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്ന നെർവുകൾ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ പറഞ്ഞ പ്രീ സെൻട്രൽ ഗൈറസ്. അതേപോലെ സെൻസേഷനുകൾ, നമ്മുടെ ബോഡിയിലെ ഓരോ കാര്യങ്ങളും, നമ്മൾ ചൂടും തണുപ്പും പെയിനും എല്ലാം ടച്ചും ഒക്കെ അറിയുന്നത് ഈ ഒരു ഏരിയ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ദിസ് ഇസ് റിഗാർഡിങ് ദ ഫങ്ഷൻ ഇസ് എസ്പെഷ്യലി ഫോർ സെൻസറി പെർസെപ്ഷൻ. ഓക്കെ, അതാണിത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതുകൊണ്ട് അല്ലെ സെൻസേഷൻസും മൂവ്മെൻറ്റ്സും കൂടെ വരുന്നുണ്ട് സെറിബ്രത്തിൻ്റെ ഫങ്ഷൻസ്. പിന്നെ അതുകൂടാതെ നമ്മുടെ സ്പീച്ച് അല്ലേ, ഹ്യൂമൻ ബീങ്സിന് മാത്രമുള്ള ഒരു പ്രധാന ജോലിയാണ് ഈ സ്പീച്ച് എന്ന് പറയുന്നത്, ലാംഗ്വേജ്. അതും സെറിബ്രത്തിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഏരിയാസൊക്കെ വരിക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ജോലികൾ. മെൻ്റൽ ഫങ്ഷൻസ് ഉണ്ട്, പ്ലസ് സെൻസേഷൻസ് ആൻഡ് മൂവ്മെൻറ്റ്സ് ഉണ്ട്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഉണ്ട്, പിന്നെ എന്താ പറയുക സ്പെഷ്യൽ സെൻസുകൾ പ്രധാനമായിട്ട്. ഇപ്പോൾ വിഷൻ്റെ ഒക്കെ ഏരിയ ആണ് നമ്മുടെ ഒപ്റ്റിക് നെർവ് എന്നൊക്കെ പറയും, കണ്ണുകളിൽ നിന്ന് വരുന്ന നെർവ്. അപ്പോൾ അതിൻ്റെ ഏരിയ, വിഷൻ്റെ ഏരിയ എപ്പോഴും ഓക്സിപിറ്റൽ ലോബാണെന്ന് പറയും.
അതുകൂടാതെ നമ്മുടെ ഹിയറിങ്, നമ്മുടെ സ്മെല്ല്, ഇതെല്ലാം വരുന്നതും നമ്മുടെ സെറിബ്രത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സെറിബ്രത്തിൻ്റെ ഫങ്ഷൻസ്. ദെൻ വിൽ പാസ് ഓൺ ടു നെക്സ്റ്റ് പാർട്ട്, സെറിബെല്ലം. ഓക്കെ, സെറിബെല്ലം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ ബിഹൈൻഡ് ആൻഡ് ബിലോ ദ സെറിബ്രം ആണ് ഇതിൻ്റെ ലൊക്കേഷൻ. സോ ഈ സെറിബെല്ലം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഒരു മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, നമ്മളായിട്ട് ചെയ്യുന്ന മൂവ്മെൻറ്റ്സ്, നമ്മുടെ കൺട്രോളിൽ സംഭവിക്കുന്ന മൂവ്മെൻറ്റ്, അല്ലാതെയുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ട്, ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ് ഉണ്ട്, അല്ലാതെ വോളണ്ടറി മൂവ്മെൻറ്റ് എന്ന് പറയും. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നു, എഴുന്നേൽക്കുന്നു, നടക്കുന്നു, ഇങ്ങനെയുള്ള വോളണ്ടറി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ, അത് വേണ്ടതുപോലെ കോർഡിനേറ്റഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ സെറിബെല്ലം വേണം. ഓക്കെ, ഇപ്പം നമ്മൾ നടക്കുന്നത് ബാലൻസ് ഒന്നും പോവാതെ കറക്റ്റായിട്ട് നടക്കുന്നു, ഇരുന്നിട്ട് നമ്മൾ എഴുന്നേൽക്കുന്നു, കറക്റ്റായിട്ട് കിടന്നിട്ട് എഴുന്നേൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്തൊക്കെ നമ്മുടെ മൂവ്മെൻറ്റ്സ് കറക്റ്റ് ആവാനും, നമ്മൾ താഴെ വീണ് പോവാതിരിക്കാനും, ആ ബാലൻസ് കീപ്പ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഓർഗനാണ് ഈ സെറിബെല്ലം എന്ന് പറയുന്നത്. അതുകൂടാതെ നമ്മുടെ മസിൽ ടോൺ, നമ്മുടെ മസിലുകൾ വളരെ കറക്റ്റ് ടോണിലേക്ക്, ഒത്തിരി റിജിഡ് ആവാനും പാടില്ല, എന്നാൽ വളരെ ലാക്സ് ആവാനും പാടില്ല. ഒരു തീരെ ലൂസായിട്ടിരുന്നാൽ പറ്റില്ലല്ലോ, എന്നാൽ ഒത്തിരി ടോൺ കൂടിയാലും കുഴപ്പമാണ്. ഇതിനിടയിൽ ഒരു നോർമൽ ടോണിൽ ഇരുന്നാലാണ് മസിലുകൾ കറക്റ്റായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ അങ്ങനെ മസിൽ ടോണിനെ കീപ്പ് ചെയ്യുക. നമ്മുടെ പോസ്ചർ, നമ്മുടെ പൊസിഷൻസിനെ അതേപോലെ അതിൽ ഒരു പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ, ഒരു വേച്ചു പോവാതെ നമ്മൾ ഇരിക്കുകയാണെങ്കിലും നിൽക്കുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് ആ പോസ്ചേഴ്സ് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്, ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്, ഇതൊക്കെ സെറിബെല്ലത്തിൻ്റെ ജോലിയാണ്. ഓക്കെ, കോർഡിനേഷൻ ഓഫ് വോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്ന് പറയും. അതേപോലെ മെയിൻറ്റെയിനിങ് ദറ്റ് ബാലൻസ്, പോസ്ചർ, മസിൽ ടോൺ, ഇതൊക്കെയാണ് സെറിബെല്ലത്തിൻ്റെ ജോലി. ഓക്കെ, സെറിബെല്ലത്തിൻ്റെ ഒരു പ്രധാന ടെസ്റ്റ് തന്നെ നമ്മൾ ഫിംഗർ നോസ് ടെസ്റ്റ് എന്ന് പറയും. ഫിംഗർ നോസ് ടെസ്റ്റ്, ജസ്റ്റ് നമ്മുടെ മൂക്കിൽ നമ്മുടെ വിരൽ കൊണ്ടൊന്ന് തൊടുക. അത് നമ്മൾ എത്ര ഈസിയാണെന്ന് നമ്മൾ ഓർക്കും, പക്ഷെ അങ്ങനെ നമ്മുടെ മൂക്കിൽ നമ്മുടെ വിരൽ കൊണ്ട് തൊടണമെങ്കിൽ ആ കറക്റ്റ് നമ്മൾ ആ ഫിംഗറിനെ അവിടേക്ക് നോസിലേക്ക് കൊണ്ടുവയ്ക്കണമെങ്കിൽ നമുക്ക് സെറിബെല്ലം ഓക്കെ ആയിരിക്കണം. അതാണ് നമ്മൾ കോർഡിനേഷൻ കറക്റ്റായിട്ട്. അല്ലെങ്കിൽ നമ്മൾ സെറിബെല്ലത്തിന് കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് മൂക്കിൽ തന്നെ ഫിംഗർ കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല. അതാണ് ഈ കോർഡിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇറ്റ്സ് ഓൾ അബൌട്ട് സെറിബെല്ലം. ദെൻ നമുക്ക് തലാമസ് ആൻഡ് ഹൈപ്പോതലാമസിലേക്ക് വരാം. തലാമസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സെൻസേഷനുകളുടെ സെൻസറി നെർവുകൾ അവസാനിക്കുന്നത് ഇവിടെയാണെന്ന് ഞാൻ പറഞ്ഞു. സോ അവിടെ കോർട്ടിക്സിലേക്ക് പോകുന്നതിന് മുൻപേ എല്ലാ സെൻസറി നെർവുകളും കടന്നു പോകുന്ന ഒരു ഭാഗമാണ് അത്രേ തലാമസ്. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേര് റിലേ സെൻറ്റർ എന്നാണ്. റിലേ സെൻറ്റർ ഫോർ സെൻസേഷൻ എന്നാണ് പറയുക. എല്ലാ സെൻസറി നെർവുകളും കടന്നു പോകുന്ന ഒരു ഭാഗം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മൾ റിലേ സെൻറ്റർ. അപ്പോൾ ഇതിങ്ങനെ സെൻസറി നെർവുകൾ ഇങ്ങനെ ഇതിൽ കൂടി പോകുന്ന സമയത്ത് നമ്മൾക്ക് എത്ര ഒരു സ്ട്രെങ്ത്തിൽ ഓരോ സെൻസേഷനും ഫീൽ ചെയ്യണം, സ്ട്രെങ്ത് കൂട്ടണോ കുറയ്ക്കണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് തലാമസ് ആണ്. അപ്പോൾ അതാണ് ചില സെൻസേഷൻസിനെ അത് ആംപ്ലിഫൈ ചെയ്യുന്നു, ചിലതിനെ അത് സപ്രസ് ചെയ്യുന്നു. അതുപോലെ പെയിൻ എന്ന് പറയുന്ന സെൻസേഷനെ അത് നിയന്ത്രിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു റിലേ സെൻറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏരിയ ആണ് ഈ തലാമസ്. ഓക്കെ, അപ്പോൾ തലാമസ് ആക്ച്വലി ഗ്രേ മാറ്റർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വൈറ്റ് മാറ്ററിൻ്റെ ഏരിയ ആണ് ഇതെല്ലാം. പക്ഷെ അങ്ങനെയുള്ള ചില സ്പോട്ടുകൾ ഉണ്ടാവും. നമ്മുടെ വൈറ്റ് മാറ്ററിനകത്ത് തന്നെ ചില സ്പോട്ടുകൾ ഗ്രേ മാറ്ററിൻ്റെ കോൺസെൻട്രേറ്റഡ് ഏരിയാസ് ഉണ്ടാവും. അതുപോലത്തെ ഒരു ഏരിയ, ഒരു ന്യൂക്ലിയസ് എന്നൊക്കെ അതിനെ പറയും. അങ്ങനെയുള്ളപ്പോൾ അതിനെയാണ് നമ്മൾ തലാമസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെല്ലിൻ്റെ ന്യൂക്ലിയസ് അല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ബ്രെയിനിൻ്റെ വൈറ്റ് മാറ്ററിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഗ്രേ മാറ്റർ അവിടെ കാണുമ്പോൾ ആ ഗ്രേ മാറ്റർ കളക്ഷനുകളെ വിളിക്കുന്ന പേരാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു ന്യൂക്ലിയസും കൂടിയാണ് ഈ തലാമസ് എന്ന് പറയുന്നത്. ഗ്രേ മാറ്ററിൻ്റെ ഒരു കളക്ഷൻ വിത്തിൻ ദ വൈറ്റ് മാറ്റർ കേട്ടോ. പിന്നെ ഹൈപ്പോതലാമസ്, തലാമസിൻ്റെ താഴെയാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിൻ്റെ പ്രധാന ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളന്ന് സിമ്പത്തറ്റിക് ആൻഡ് പാരസിമ്പത്തറ്റിക് നെർവുകൾ അന്ന് പഠിച്ചിരുന്നു. നമ്മൾ പെരിഫറൽ നെർവ്സ് പഠിച്ചപ്പോൾ ഓട്ടോണോമിക് നെർവ്സ്. അപ്പോൾ അവരെ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യുക. സിമ്പത്തറ്റിക് നെർവ്സും പാരസിമ്പത്തറ്റിക് നെർവ്സുമായിട്ട് എപ്പോഴും ഒരു കോർഡിനേഷൻ ആവശ്യമുണ്ട്. ആരെ ഡോമിനേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു കോർഡിനേഷൻ ഉണ്ട്. അത് ശരിക്കും ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, ആ ഒരു കോർഡിനേഷൻ ബിറ്റ്വീൻ ദീസ് ടു ടൈപ്സ് ഓഫ് ഓട്ടോണോമിക് നെർവ്സ്, സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്. പിന്നെ അതുപോലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യുക.
പുറത്ത് ഏത് ടെമ്പറേച്ചർ ആയാലും നമുക്ക് ഒരു ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ ഉണ്ട്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എപ്പോഴും ഒരേപോലെയാണ്. അപ്പോൾ അത് കീപ്പ് ചെയ്യുക എന്നുള്ളത്, ബോഡി ടെമ്പറേച്ചറിനെ ഒരേപോലെ നിലനിർത്തുക, അതും ഹൈപ്പോതലാമസ് ആണ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ട് താഴെ നമുക്ക് കാണാം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണിത്. ഹൈപ്പോതലാമസിന്റെ തൊട്ട് താഴെ കാണുന്നതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ സെക്രീഷൻസ് കൺട്രോൾ ചെയ്യുന്നതും ഈ ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് ഇതിന്റെ തൊട്ട് മുകളിലാണ് ഇരിക്കുക പിറ്റ്യൂട്ടറിയുടെ. സോ പിറ്റ്യൂട്ടറി ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. അതിൽ നിന്നുള്ള ഹോർമോണുകൾ റിലീസ് ചെയ്യണമോ വേണ്ടയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും ആണ് മറ്റൊരു ഫംഗ്ഷൻ കേട്ടോ. പിന്നെയും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഇത് മൂന്നും എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കുക. സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവ്സിനെ കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, തെർമോ റെഗുലേഷൻ ബോഡി ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ പിറ്റ്യൂട്ടറിയുടെ സെക്രീഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുക. ദീസ് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ ഹൈപ്പോതലാമസ്. ഓക്കെ. പിന്നെ അതുകൂടാതെ നമ്മുടെ ആപ്പിറ്റൈറ്റ്, തേഴ്സ്റ്റ്, നമ്മുടെ സ്ലീപ്പ് പാറ്റേൺസ്, ഇതൊക്കെ ഇത് നിയന്ത്രിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ് എപ്പോഴും ഒരു റിലേ സെന്റർ ആണ്, സെൻസേഷനുകൾ കടന്നു പോകുന്ന ഒരു ഭാഗം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ആയി. ദെൻ വിൽ കം ബാക്ക് ടു ദ ബ്രെയിൻ സ്റ്റെം അല്ലെ. ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ പോൺസും മെഡുല്ലയും പറഞ്ഞത്. സോ അതിന് മുകളിൽ ഒരു ചെറിയ ഏരിയ ഉണ്ട് കേട്ടോ, മിഡ് ബ്രെയിൻ എന്ന് പറഞ്ഞു. മിഡ് ബ്രെയിൻ അതിനെപ്പറ്റി ഞാൻ അധികം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, കാരണം ഞാൻ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകാത്തത് കൊണ്ടാണ്. സോ പോൺസ് എന്ന് പറയുന്നത്, പോൺസ് എന്ന വേർഡിൻ്റെ അർത്ഥം തന്നെ ബ്രിഡ്ജ് എന്നാണ്, ഒരു പാലം എന്നാണ് ഇതിൻ്റെ അർത്ഥം ലിറ്ററലി. അപ്പോൾ ഈ പോൺസ് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു പാലം പോലെയാണ്. നമ്മുടെ ബ്രെയിനിൻ്റെ പല പല ഭാഗങ്ങളെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കുറേ നെർവ് ഫൈബറുകളൊക്കെ പോകുന്ന ഒരു സ്ഥലം. ഇപ്പം സെറിബെല്ലത്തിനും സെറിബ്രത്തിനും ഇടയിൽ, അല്ലെങ്കിൽ സെറിബെല്ലത്തിനും മെഡുല്ലയ്ക്കും ഇടയിൽ, അല്ലെങ്കിൽ മിഡ് ബ്രെയിനിനും ഇടയിൽ, തലാമസിനും ഇടയിൽ. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ നെർവ് ട്രാക്റ്റുകൾ കടന്നു പോകാനുള്ള ഒരു പാലം പോലെയാണ് പോൺസ്. അതുകൊണ്ടാണ് ആ ഒരു വേർഡ് തന്നെ അതിന് പേരായിട്ടിട്ടിരിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബ്രെയിൻ. ഇറ്റ് ഹാസ് സോ മെനി നെർവ് ട്രാക്സ് കണക്റ്റിംഗ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബ്രെയിൻ. അതാണ് പോൺസ്. ആൻഡ് ഫൈനലി കംസ് ടു മെഡുല്ല ഒബ്ലോങ്ങേറ്റ. മെഡുല്ല ഒബ്ലോങ്ങേറ്റ ഏറ്റവും താഴത്തെ ഭാഗമാണ്. അതാണ് സ്പൈനൽ കോഡിന് ആയിട്ട് ബ്രെയിനിനെ കണക്ട് ചെയ്യുന്നത് അല്ലെ. സ്പൈനൽ കോഡിൻ്റെ തൊട്ടുമേലെയുള്ള ഭാഗം, ദ ലോവർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ. ആൻഡ് ഇറ്റ് ഇസ് എ പാർട്ട് വിച്ച് കണക്ട്സ് ദ ബ്രെയിൻ ടു ദ റെസ്റ്റ് ഓഫ് ദ ബ്രെയിൻ ടു ദ സ്പൈനൽ കോഡ്. ഓക്കെ. അപ്പം അങ്ങനെ സോ മെഡുല്ലയുടെ കാര്യം പറയുകയാണെങ്കിൽ, മെഡുല്ലയുടെ പ്രത്യേകതയാണ് നമ്മുടെ വൈറ്റൽ ഫങ്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല. ഇപ്പം നമ്മളിപ്പോൾ സെറിബ്രത്തിൻ്റെയൊക്കെ ഫങ്ഷൻ പറഞ്ഞപ്പോഴൊന്നും വൈറ്റൽ ഫങ്ഷൻസ് ഒന്നും അതിൽ വരുന്നില്ല. നമ്മുടെ മെമ്മറി, നമ്മുടെ ഇൻ്റലക്റ്റ്, സ്പീച്ച്, സെൻസേഷനുകൾ അറിയുക, മൂവ്മെൻറ്റ്സ് ചെയ്യുക, ഇതൊക്കെയാണ് സെറിബ്രത്തിൻ്റെ ഫങ്ഷൻസ് അല്ലേ. പക്ഷേ ഈ നമ്മുടെ വൈറ്റൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മുടെ ഹാർട്ട് റേറ്റ് അല്ലെ, ഹാർട്ടിൻ്റെ ഫങ്ഷൻസ്, സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുക, ബ്രീത്തിങ്, നമ്മുടെ റെസ്പിറേഷൻ നടക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജീവൻ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വൈറ്റൽ ഫങ്ഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ലയാണ്. കാരണം മെഡുല്ലയിൽ 3 വൈറ്റൽ സെൻറ്ററുകൾ ഉണ്ടെന്നാണ് പറയുക. ഒന്ന് ഹാർട്ട് റേറ്റ്, ഹാർട്ട് എത്ര ഫോഴ്സ് ഉപയോഗിച്ച് പമ്പ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതാണ് കാർഡിയാക് സെൻറ്റർ എന്ന് പറയും. അതേപോലെ റെസ്പിറേഷൻ്റെ, ബ്രീത്തിങ്ങിൻ്റെ റേറ്റും സ്പീഡ്, അതിൻ്റെ ഡെപ്ത് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് റെസ്പിറേറ്ററി സെൻറ്റർ എന്ന് പറയും. പിന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്ന ഒരു സെൻറ്ററാണ് വാസോ മോട്ടോർ സെൻറ്റർ. അപ്പം അങ്ങനെ കാർഡിയാക് സെൻറ്റർ, റെസ്പിറേറ്ററി സെൻറ്റർ, വാസോ മോട്ടോർ സെൻറ്റർ, ഇങ്ങനെ 3 ഭാഗങ്ങളുണ്ട്, 3 സെൻറ്ററുകളുണ്ട് മെഡുല്ലയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡുല്ലയ്ക്ക് ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ വൈറ്റൽ ഫങ്ഷൻസ് ഒക്കെ ഇമ്മീഡിയറ്റ്ലി തകരാറിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ മെഡുല്ല ഒബ്ലോങ്ങേറ്റ, ബിക്കോസ് ഇറ്റ് ഇസ് കൺട്രോളിങ് അവർ വൈറ്റൽ ഫങ്ഷൻസ് ത്രൂ ദ വൈറ്റൽ സെൻറ്റേഴ്സ്. ഓക്കെ. 3 കാർഡിയാക് സെൻറ്റർ, റെസ്പിറേറ്ററി സെൻറ്റർ ആൻഡ് വാസോമോട്ടോർ സെൻറ്റർ. ഓക്കെ. പിന്നെ ഒരു കാര്യമുള്ളത്, മെഡുല്ലയിലാണ് നമ്മൾ ഇപ്പോൾ 2 ഹെമിസ്ഫിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ 2 ഹെമിസ്ഫിയേഴ്സിലും ഈ പറഞ്ഞ പോലെ മോട്ടോർ ഏരിയ ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ പ്രീ സെൻട്രൽ ഗൈറസ് എന്ന് പറയുന്നതാണ് ഈ മോട്ടോർ കോർട്ടെക്സ് എന്ന് പറയുന്നത്. കണ്ടോ, മോട്ടോർ ഇവിടുന്നാണ് നമ്മുടെ, നിങ്ങളന്ന് നേരത്തെയുള്ള വീഡിയോസൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മോട്ടോർ ആൻഡ് സെൻസറി ഫൈബറുകൾ എന്ന് പറയുമ്പോൾ 2 ഓപ്പോസിറ്റ് ആയിട്ടാണ്. മോട്ടോർ ഫൈബേഴ്സ് ഇവിടുന്നാണ് തുടങ്ങുക അല്ലെ, സെൻട്രൽ ഓർഗൻസിൽ നിന്നാണ് തുടങ്ങുക. അപ്പോൾ അങ്ങനെ അത് ആ തുടങ്ങുന്ന ഭാഗമാണ് ബ്രെയിനിൽ, നമ്മൾ ഈ സെറിബ്രത്തിൽ നമ്മൾ ഈ പ്രീ സെൻട്രൽ ഗൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് തുടങ്ങി
ഇപ്പോൾ ഈ ഒരു ഹെമിസ്ഫിയറിൽ നിന്ന് വരുന്ന ഈ മോട്ടോർ ഫൈബറുകൾ മെഡുല്ലയിൽ എത്തുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യും. ഈ ഹെമിസ്ഫിയറിൽ നിന്ന് വരുന്ന മോട്ടോർ നെർവ് ഫൈബറുകൾ ഇപ്പുറത്ത് വേറൊരു ഹെമിസ്ഫിയറും ഉണ്ടാവുമല്ലോ, അവിടെ ആ സൈഡിലേക്ക്, മെഡുല്ലയുടെ തന്നെ ആ സൈഡിലേക്ക് ക്രോസ് ചെയ്യും, ഒരു ക്രോസിംഗ് ഓവർ നടക്കുന്നുണ്ട്. അതേപോലെ തിരിച്ചു. ഓക്കെ, ഇപ്പൊ ഇതിപ്പോ സപ്പോസ് ദിസ് ഇസ് എ റൈറ്റ് ഹെമിസ്ഫിയർ. സോ റൈറ്റ് ഹെമിസ്ഫിയറിൽ നിന്ന് വരുന്ന മോട്ടോർ കോർട്ടെക്സിൽ നിന്ന് വരുന്ന നെർവ് ഫൈബേഴ്സ് വിൽ ക്രോസ് ഇൻ ദ മെഡുല്ല ടു ദ ലെഫ്റ്റ് സൈഡ്. അതേപോലെ ലെഫ്റ്റിൽ നിന്ന് വരുന്നത് റൈറ്റിലേക്കും. അപ്പൊ അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ, എപ്പോഴും നമുക്കൊരു കോർട്ടെക്സ് സെറിബ്രത്തിൽ ഒരു ഡാമേജ്, ഒരു ഇഞ്ചുറിയോ ഒക്കെ വന്നിട്ട്, ഹെഡ് ഇഞ്ചുറിയോ ഒക്കെ വന്നിട്ട് ഒരു ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും അഫക്റ്റ് ചെയ്യുന്നത്, അതായത് ഈ ഭാഗം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബോഡിയുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മസിലുകളെയാണ്. കാരണം ഇവിടുന്ന് പോകുന്ന നെർവുകൾ എപ്പോഴും ക്രോസ് ചെയ്യും ഇവിടെ വെച്ചിട്ട്. ഇതിപ്പോൾ റൈറ്റ് ഹെമിസ്ഫിയർ ആണെങ്കിൽ ഇവിടെ വെച്ചിട്ട് അത് മെഡുല്ലയിൽ തന്നെ ലെഫ്റ്റിലോട്ട് ക്രോസ് ചെയ്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബോഡിക്കാണ് ആ നെർവുകൾ സപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ, ഒരു ഡാമേജ്, ഒരു ടിഷ്യൂവിന് ഡാമേജ് വന്നാൽ അത് ആരെയാണ് എഫക്റ്റ് ചെയ്യുക? ഈ റൈറ്റ് സൈഡ് ഓഫ് ദ ബോഡിയെ അല്ല, ഇത് ആരെയാണ് എഫക്റ്റ് ചെയ്യുക? ലെഫ്റ്റ് സൈഡിനെയാണ്. കാരണം ഇവിടുന്നുള്ള നെർവുകൾ ക്രോസ് ചെയ്തിട്ടാണ് ലെഫ്റ്റിലേക്ക് പോയി അവിടുത്തെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബോഡിയിലുള്ള മസിലുകൾക്ക് സപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ തിരിച്ചു. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ക്രോസിംഗ് ഓവർ നടക്കുന്നത് കൊണ്ടാണ് ബ്രെയിനിന്റെ പ്രധാനപ്പെട്ട ഡിസീസുകൾ അല്ലെങ്കിൽ സ്ട്രോക്ക്, ഇഞ്ചുറീസ്, ഇതൊക്കെ ഒരു സൈഡിൽ ഉണ്ടായാൽ അതെപ്പോഴും അതിന്റെ ഇഫക്റ്റ് നമ്മൾ കാണുന്നത് ഓപ്പോസിറ്റ് സൈഡ്, കോൺട്രാലാറ്ററൽ സൈഡിലാണ്. ഇപ്പോൾ ഹെമിപ്ലീജിയ എന്ന് പറയും നമ്മൾ. ഹെമിപ്ലീജിയ മീൻസ് നമ്മുടെ ബോഡിയുടെ ഒരു പകുതി പാരാലിസിസ് വരിക. ഓക്കെ, റൈറ്റ് സൈഡഡ് പാരാലിസിസ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡഡ് പാരാലിസിസ്. ഓക്കെ, അപ്പോൾ അതെപ്പോഴും കോൺട്രാലാറ്ററൽ ആണ്. ഇഫ് ദ ഇഞ്ചുറി ഹാസ് ഹാപ്പൻ ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ, ദ പാരാലിസിസ് വിൽ ബി ഹാപ്പനിങ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്. അതേപോലെ തിരിച്ചു. ഇതുകൊണ്ടാണ് ഈ മെഡുല്ലയിൽ ഇങ്ങനെ ഈ മോട്ടോർ ഫൈബറുകൾ, മസിലുകൾക്ക് സപ്ലൈ ചെയ്യുന്ന ഫൈബറുകൾ, ഒരു ഹെമിസ്ഫിയറിൽ നിന്ന് വരുന്ന ഫൈബറുകൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യും. സോ ദാറ്റ് ഈസ് ഓൾസോ അനദർ ഇമ്പോർട്ടൻസ് ഓഫ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ. കേട്ടോ, അപ്പോൾ ഇത്രയുമാണ് ബ്രെയിനിൻ്റെ ഓരോ 6 ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ ഈ ഓരോരുത്തരുടെയും ഫങ്ഷൻസ് പറഞ്ഞു. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് ഇതിനകത്ത് ഈ ബ്രെയിനിനകത്ത് വെൻട്രിക്കിൾസ് എന്ന് പറയുന്ന സ്പേസുകളുണ്ട്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞൊരു ഫ്ലൂയിഡ് നമ്മുടെ ബ്രെയിനിന് പുറത്തെന്ന് വെച്ചാൽ മെനിഞ്ചസിൻ്റെ ഉള്ളിലാണ്. മെനിഞ്ചസിൻ്റെ ഉള്ളിലുണ്ട്. അതേപോലെ ഈ ബ്രെയിനിനകത്തുള്ള കുറച്ച് കനാലുകൾ, അവരെയാണ് ഈ വെൻട്രിക്കിൾസ്. ഹാർട്ടിന് വെൻട്രിക്കിൾസ് ഉള്ളതുപോലെ ബ്രെയിനിലും വെൻട്രിക്കിൾസ് ഉണ്ട്. ഏട്രിയം ഇല്ല, വെൻട്രിക്കിൾസേ ഉള്ളൂ. അപ്പോൾ ബ്രെയിനിനകത്തുള്ള ഈ സ്പേസുകളെ, കനാലുകളെ, CSF, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന കനാലുകളെ, CSF ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്ന സ്പേസുകളെയാണ് വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ എന്ന് പറയും. ആൻഡ് ഇതിനെയാണ് നമ്മൾ ലാറ്ററൽ വെൻട്രിക്കിൾ എന്ന് പറയും. കോർപ്പസ് കലോസത്തിൻ്റെ ഒക്കെ അടിയിൽ വരുന്ന ഒരു പെയറാണ് ഇവർ. ഒരു ഹെമിസ്ഫിയറിൽ ഒരു ലാറ്ററൽ വെൻട്രിക്കിൾ ഉണ്ടാവും, അതുപോലെ അപ്പുറത്തും ഒരു ലാറ്ററൽ വെൻട്രിക്കിൾ. സോ 2 ലാറ്ററൽ വെൻട്രിക്കിളുകൾ ഉണ്ടാവും. ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് വെച്ചാൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ്. കേട്ടോ, മെനിഞ്ചസിൻ്റെ അകത്തും ഈ വെൻട്രിക്കിൾസിലും ഒക്കെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൂയിഡിനെയാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുക. അത് ഞാനിപ്പോൾ മെനിഞ്ചസും കൂടെ പഠിപ്പിക്കുമ്പോൾ അത് പറയാം. സോ ഇത് ലാറ്ററൽ വെൻട്രിക്കിൾ 2 എണ്ണം ഉണ്ട് അവർ. അത് കഴിഞ്ഞാൽ ലാറ്ററൽ വെൻട്രിക്കിൾ ഇവിടുന്ന് ഫൊറാമൻ ഓഫ് മൺറോ എന്ന് പറയും. ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് ഇവർ തമ്മിൽ. ഇവിടെയാണ് ഏതാണ്ട് ഈ ഭാഗത്ത് തലാമസിൻ്റെ ഒക്കെ 2 തലാമസുകളുണ്ട്. ഒരു ഹെമിസ്ഫിയറിൽ ഒരു തലാമസ് ഉണ്ടെങ്കിൽ അപ്പുറത്തും ഒരു തലാമസ് ഉണ്ടാവും. അപ്പോൾ അവരുടെ ഇടയിലാണ് തേർഡ്. അത് ഈ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റില്ല. സോ ഇവിടെയായിട്ട് തേർഡ് വെൻട്രിക്കിൾ എന്ന് പറയും. ഓക്കെ, 2 ലാറ്ററൽ വെൻട്രിക്കിൾസ് ഈ തേർഡ് വെൻട്രിക്കിളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതാണ് ഫൊറാമൻ ഓഫ് മൺറോ എന്ന് പറഞ്ഞൊരു കണക്ഷൻ വഴി. അത് കഴിഞ്ഞാൽ ഈ തേർഡ് വെൻട്രിക്കിൾ തലാമസുകളുടെ ഇടയിലാണ് വരിക. ആൻഡ് തലാമസ് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഈ പറയും 4th വെൻട്രിക്കിൾ എന്ന് പറയും. കണ്ടോ, ഇവിടെ ആയിട്ടാണ് 4th. അതായത് നമ്മുടെ സെറിബെല്ലത്തിനും പോൺസിൻ്റെയും ഇടയിലാണ് 4th വെൻട്രിക്കിൾ. സോ ഈ തേർഡ് വെൻട്രിക്കിളും 4th വെൻട്രിക്കിളും ഇടയിൽ ഒരു കണക്ഷൻ ഉണ്ട്. അക്യുഡക്റ്റ് ഓഫ് ദ മിഡ് ബ്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം കണ്ടോ. അപ്പോൾ അതുവഴിയാണ് ഈ തലാമസിൻ്റെ അവിടെയുള്ള തേർഡ് വെൻട്രിക്കിൾ 4th വെൻട്രിക്കിളായിട്ട് കണക്ട് ചെയ്യുക. എനിവേ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ 4 വെൻട്രിക്കിളുടെ പേരെങ്കിലും അറിഞ്ഞിരിക്കുക. 2 ലാറ്ററൽ വെൻട്രിക്കിൾസ് കോർപ്പസ് കലോസത്തിൻ്റെ അടിയിലായിട്ട്, ഒരു തേർഡ് വെൻട്രിക്കിൾ, പിന്നെ ഒരെണ്ണം ഉള്ളത് 4th. അങ്ങനെ 4 എണ്ണം. ഇവരെയാണ് നമ്മൾ വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ എന്ന് പറയും. ആൻഡ് ദേ കണ്ടെയ്ൻ ദ സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡ് CSF. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്
പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബ്രെയിനിനെ പറ്റി. ഇനി ഞാൻ ഒരു പിക്ചർ കൂടി ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റും കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. യു ക്യാൻ സീ ഒരു ഫീറ്റൽ ബ്രെയിൻ ആണിത്. ഒരു ഫീറ്റസിനകത്ത് ബ്രെയിൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, പ്രധാന ഭാഗങ്ങൾ. ഓക്കെ, ഈ ഫീറ്റൽ ഡെവലപ്മെൻറ്റ് അനുസരിച്ച് നമുക്ക് ബ്രെയിനിനെ വേണമെങ്കിൽ 3 ഡിവൈഡ് ചെയ്യാം. എന്തേ കണ്ടോ, 4 ബ്രെയിൻ. 4 എന്ന് വെച്ചാൽ ഫ്രണ്ട് എന്നർത്ഥം, FORE. സോ ഫ്രണ്ട് ഭാഗത്തിനെയാണ് 4 ബ്രെയിൻ എന്ന് പറയും, അല്ലെങ്കിൽ പ്രോസെൻസെഫലോൺ. എൻസെഫലോൺ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ആണ്. ഓക്കെ, സോ പ്രോസെൻസെഫലോൺ ആണ് മുൻഭാഗത്തുള്ള ബ്രെയിൻ. ഓക്കെ, അതാണ് എന്താ പറയുക, നമ്മുടെ സെറിബ്രവും പിന്നെ നമ്മുടെ തലാമസ് ഹൈപ്പോതലാമസ് ഒക്കെ ആയിട്ട് മാറുന്നത് ഉണ്ടോ. ഈ ഒരു വളർച്ചയുണ്ടല്ലോ, ഇതാണ് നമ്മുടെ സെറിബ്രമായിട്ട്, സ്റ്റീലൻസെഫലോൺ എന്ന് പറയും. ഇതാണ് സെറിബ്രമായിട്ട് മാറുന്നത്. നമ്മുടെ തലാമസും ഹൈപ്പോതലാമസും ഒക്കെ ആയിട്ട് മാറുന്ന ഈ ചെറിയൊരു ഭാഗം, ഇതാണ് ഡയൻസെഫലോൺ ഉണ്ടോ. പ്രോസെൻസെഫലോൺ എന്ന് പറയുന്ന 4 ബ്രെയിന് തന്നെ 2 ഭാഗങ്ങളുണ്ട്. ഇത് എംബ്രിയോണിക് ബ്രെയിൻ ആണ്, അതിൻ്റെ 2 ഗ്രോത്തുകളാണ് കണ്ടോ. ടീലൻസെഫലോൺ വിച്ച് വിൽ ബി ഫൈനലി ഡെവലപ്പിംഗ് ഇൻ ടു ദ സെറിബ്രം. ഡയൻസെഫലോൺ വിൽ ബി ഡെവലപ്പിംഗ് ഇൻ ടു ദ തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്. ഓക്കെ, അപ്പം അങ്ങനെ ഇവരെ ഒന്നിച്ചു പറയുന്ന പേര്, ടീലൻസെഫലോണും ഡയൻസെഫലോണും കൂടെ ചേരുന്ന പേരാണ് പ്രോസെൻസെഫലോൺ, അതർവൈസ് കോൾഡ് ദ 4 ബ്രെയിൻ കേട്ടോ. പിന്നെ ഈ നടുക്കുള്ള ഭാഗമാണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ, മിഡ് ബ്രെയിൻ എന്ന് പറയും. ആ പോൺസിൻ്റെ ഒക്കെ മുകളിലുള്ള ഏരിയ, അതാണ് മീസെൻസെഫലോൺ, മിഡ് ബ്രെയിൻ ഉണ്ടോ. 4 ബ്രെയിനും നമ്മുടെ ഹൈൻ ബ്രെയിനും ഇടയിലുള്ള ഒരു ചെറിയ ഭാഗം ആണ് ഈ മിഡ് ബ്രെയിൻ എന്നും പറയും, അല്ലെങ്കിൽ മീസെൻസെഫലോൺ കേട്ടോ. ഞാനത് ആ പടം ഒന്നുകൂടി നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, അതാ ഈ ഒരു ഏരിയ, ഇതാണ് മിഡ് ബ്രെയിൻ. ഈ പോൺസിൻ്റെ മുകളിൽ വരുന്ന ഈ ഭാഗം, തലാമസിൻ്റെ ഒക്കെ താഴെ, ഇതാണ് മിഡ് ബ്രെയിൻ. അപ്പോൾ ഈ മിഡ് ബ്രെയിനിൻ്റെ ഏരിയയ്ക്കാണ് എന്ത് പറയുക, മീസെൻസെഫലോൺ കേട്ടോ. പ്രോസെൻസെഫലോൺ ഇതാണ്. ഓക്കെ, സെറിബ്രമായിട്ട് വരുന്നത് ടീലൻസെഫലോണും തലാമസും ഹൈപ്പോതലാമസ് ആയിട്ട് വരുന്നത് ഡയൻസെഫലോൺ. സോ മിഡ് ബ്രെയിനിൻ്റെ ഏരിയ ആണ് നടുക്കുള്ള, മിഡ് ബ്രെയിൻ എന്ന് പറയുന്നതാണ് മീസെൻസെഫലോൺ എന്ന് പറയും കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റേ പടത്തിലേക്ക് പോവാം. ഓക്കെ, സോ അടുത്ത ഭാഗം, നടുക്കുള്ള ഭാഗമാണ് മീസെൻസെഫലോൺ അല്ലെങ്കിൽ മിഡ് ബ്രെയിൻ. ഏറ്റവും പുറകു ഭാഗമാണ് റോംബെൻസെഫലോൺ, ഹൈൻ ബ്രെയിൻ എന്ന് പറയും ഉണ്ടോ. റോംബെൻസെഫലോൺ, ഈ ഹൈൻ ബ്രെയിന് തന്നെ 2 ഭാഗങ്ങളുണ്ട്, മീറ്റൻസെഫലോണും മൈലൻസെഫലോണും. മീറ്റൻസെഫലോൺ ആണ് പോൺസിൻ്റെ ഇപ്പുറത്ത് പുറകിലായിട്ട് സെറിബെല്ലം ഉണ്ടോ ഇവര്. മൈലൻസെഫലോൺ ആണ് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്ങേറ്റ കേട്ടോ. ഇത് നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ട, അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. 4 ബ്രെയിൻ എന്നും മിഡ് ബ്രെയിൻ എന്നും ഹൈൻ ബ്രെയിൻ എന്നും കേട്ടോ. 4 ബ്രെയിനിൻ്റെ ഭാഗങ്ങളാണ് ഏതൊക്കെ, സെറിബ്രവും തലാമസ് ഹൈപ്പോതലാമസ് ഒക്കെ. പിന്നെ നടുക്കുള്ളതാണ് മിഡ് ബ്രെയിൻ. പിന്നെ ഏറ്റവും പുറകിലുള്ള ഭാഗമാണ് ഹൈൻ ബ്രെയിൻ അല്ലെങ്കിൽ റോംബെൻസെഫലോൺ. അതിൽ വരുന്നതാണ് പോൺസ്, സെറിബെല്ലം ആൻഡ് മെഡുല്ല. അപ്പം ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൻ്റെ ബേസിസിൽ നമുക്ക് വേണമെങ്കിൽ ബ്രെയിനിനെ ഇങ്ങനെയും ഡിവൈഡ് ചെയ്യാം കേട്ടോ. 4 ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻ ബ്രെയിൻ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ബ്രെയിനിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. എല്ലാം നിങ്ങൾക്ക് ഒന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ തിരക്കിട്ടാണ് പറഞ്ഞു തന്നത്, എന്നാലും ഈ പിക്ചർ വെച്ച് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കേട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി കേട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു പ്രാവശ്യം കൂടി കേട്ട് നോക്കുക. ഒരു പ്രാവശ്യം കേട്ടിട്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ പറ്റുമെങ്കിൽ നോട്ടും കൂടെ ആഡ് ചെയ്യാം. സോ ഇനി നമ്മളൊരു നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. അടുത്തൊരു വീഡിയോ ഞാനിപ്പോൾ സ്പൈനൽ കോഡിനെ പറ്റിയും ചെയ്യുന്നുണ്ട്, പിന്നെ മെനിഞ്ചസിനെ പറ്റിയുമുണ്ട്. അതോടെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാന ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യും. സോ പ്ലീസ് കണ്ടിന്യൂ വാച്ചിങ് മൈ വീഡിയോസ്. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.